ഹായ് ഷമീൻ സാറാണ്. അപ്പൊ ഇന്ന് മാഷ് വന്നത് നിങ്ങൾക്ക് രണ്ട് തരം സ്പീഡുകളെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് കേട്ടോ. നമ്മൾ ഇതിന്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ എങ്ങനെ സ്പീഡ് കണ്ടെത്താന്നൊക്കെ പഠിച്ചതാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയില് നമുക്ക് രണ്ട് തരം സ്പീഡുകളെ പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്പീഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കാണാം അല്ലേ. ഇത് ഇവിടെ ഈ കാറ് 150 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ സ്പീഡ് എന്ത്? വേഗതയുണ്ട്. സ്പീഡ് എങ്ങനെ കാണാ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 180 കിലോമീറ്റർ. 150 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ടൈം എന്താണ്? 3 hours. ടൈം 3 ആണ്. അപ്പോ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് എന്താണ്? 180 ഡിവൈഡ് ബൈ 3 ചെയ്താൽ എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. 60 60 എന്ന് കിട്ടും. വെറും 60 ആണോ? 60 കിലോമീറ്റർ പെർ ഹവർ. കിലോമീറ്റർ പെർ ഹവർ ആണ് നമ്മൾ സ്പീഡിന്റെ കൂടെ ചേർക്കുക അല്ലെ. കിലോമീറ്ററിലെ ഡിസ്റ്റൻസിനെയും ഹവറിലെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമ്മള് സ്പീഡ് പറയാ കിലോമീറ്റർ പെർ ഹവർ. സിമ്പിൾ. അപ്പൊ ഈ കാറിന്റെ സ്പീഡ് 60 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. സിമ്പിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ടൈപ്പ് ഒരു ചോദ്യം തരാൻ പോവാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ. ഇവിടെ ഡിസ്റ്റൻസ് തന്നത് മീറ്ററിലും ടൈം തന്നത് സെക്കൻഡിലാണ്. നമ്മുടെ ഈ സൈക്കിള് 150 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിളിന്റെയും വേഗത കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. സ്പീഡ് കണ്ടെത്താൻ. സ്പീഡ് എങ്ങനെ കാണാം? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കിട്ടും. ഡിസ്റ്റൻസ് എന്താ? 150 കിലോമീറ്റർ അല്ല, മീറ്റർ ആണ്. ടൈം എന്താണ്? 10 സെക്കൻഡ് ആണ്. ഹവർ അല്ല കേട്ടോ, 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിളിന്റെ വേഗത എന്തെന്ന് കാണണം. 150 ഡിവൈഡ് ബൈ 10 ചെയ്താൽ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. 15 കിലോമീറ്റർ പെർ ഹവർ ആണോ? ഇവിടെ നോക്കിക്കേ. കിലോമീറ്ററിലുള്ള ഡിസ്റ്റൻസിനെ നമ്മള് ഹവറിലുള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് സ്പീഡ് കിലോമീറ്റർ പെർ ഹവർ ആയത്. അങ്ങനെയാണെങ്കിൽ മീറ്ററിലുള്ള ഡിസ്റ്റൻസിനെ സെക്കൻഡിലുള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മീറ്ററിലുള്ള ഡിസ്റ്റൻസിനെ സെക്കൻഡ് കൊണ്ടുള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ സ്പീഡ്. അപ്പൊ കിലോമീറ്ററിലുള്ള ഡിസ്റ്റൻസിനെ ഹവറിലുള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും. അതുപോലെ മീറ്ററിലുള്ള ഡിസ്റ്റൻസിനെ സെക്കൻഡിലുള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ സ്പീഡിന്റെ കൂടെ ചേർക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചല്ലോ. സ്പീഡ് രണ്ട് രൂപത്തിലുണ്ട്. മീറ്റർ പെർ സെക്കൻഡിലും ഉണ്ട്, കിലോമീറ്റർ പെർ ഹവറിലും ഉണ്ട്. കിലോമീറ്ററിലെ ഡിസ്റ്റൻസിനെ ഹവറിലെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. മീറ്ററിലെ ഡിസ്റ്റൻസിനെ സെക്കൻഡിലെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. സ്പീഡിന്റെ കൂടെ ചേർക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ രണ്ട് രൂപത്തിലുള്ള സ്പീഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ രണ്ട് രൂപത്തിലാണ് സ്പീഡുകൾ ഉള്ളത്. ഈ രണ്ട് രൂപത്തിലുള്ള സ്പീഡുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എപ്പോഴും ആലോചിക്കാം, ഡിസ്റ്റൻസ് മീറ്ററിലാണെങ്കിൽ ടൈം സെക്കൻഡിലായിരിക്കണം. അപ്പോൾ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. അതുപോലെ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണെങ്കിൽ ടൈം ഹവറിലായിരിക്കണം. അപ്പൊ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും. അപ്പൊ ഇത് പ്രത്യേകം ഓർക്കണേ. അങ്ങനെയാണെങ്കിൽ ഇതേ ടൈപ്പ് ഒരു ചോദ്യം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ജീപ്പിന്റെ ഡിസ്റ്റൻസ്, ഈ ജീപ്പ് 8 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ഡിസ്റ്റൻസ് സഞ്ചരിക്കും. 8 സെക്കൻഡ് ടൈം കൊണ്ട് 400 മീറ്റർ ഡിസ്റ്റൻസ് സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ജീപ്പിന്റെ സ്പീഡാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മീറ്ററിലുള്ള ഡിസ്റ്റൻസും സെക്കൻഡിലുള്ള ടൈമുമാണ്. അപ്പൊ സ്പീഡ് എന്തിലായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയക്കണം. എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടാനും ആരും മറക്കരുത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഷി ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.